ഹായ്. ഞാനിന്ന് കുറച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് അളക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിഫിക്കൽട്ടിയിൽ, നമ്മുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ആര് നിന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ബന്ധമായിട്ടുള്ള ഓരോ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ത് ചെയ്തു എന്നതിൻ്റെ ബേസിലാണ് നമ്മളൊരു വ്യക്തി എന്നുള്ള നമ്മുടെ ആ ഡിഫിക്കൽട്ടിയിൽ അവരങ്ങനെ ചെയ്തു വന്നു. ആ ഒരു ഡിഫിക്കൽട്ടിയിൽ മറ്റുള്ളവർ ചെയ്യുന്ന ആക്ടിൻ്റെ ബേസിലാണ് നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ബേസിലാണ് റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ആ സിറ്റുവേഷനിലാണ് ബേസിക്കലി നമ്മുടെ ഔട്ടർ റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഔട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും. അങ്ങനെ ഇതിലെല്ലാം നമ്മൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് അസസ് ചെയ്യുന്നത് തന്നെ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വാട്ട് ഈസ് ദെയർ ആക്ഷൻ. ഓക്കെ, ചിലവർ നമ്മുടെ ഒപ്പം നിൽക്കും, ചിലവർ നമ്മുടെ ഒപ്പം നിൽക്കില്ല. ഓക്കെ, ആ സിറ്റുവേഷനിൽ നമ്മൾ തിരിച്ചറിവുണ്ടാകണം ആ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ്, വീക്കായി എന്നുള്ളത് ആ ഡിഫിക്കൽട്ട് ടൈമിലാണ് നമ്മൾ അറിയാൻ കഴിയുക. ഓക്കെ, മറ്റൊരു സിറ്റുവേഷനിൽ വി ട്രസ്റ്റ്, വി ബിലീവ് നമുക്ക് അവരുമായിട്ട് നല്ലൊരു ഇതുണ്ടെന്ന്, പക്ഷെ നമുക്ക് അറിയില്ല. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔട്ടർ റിലേഷൻഷിപ്പാണ്. ഔട്ടർ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഫാമിലി, പാരൻസ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഇങ്ങനെ നമുക്ക് അറിയുന്ന ഒരുപാട് വ്യക്തികളായിട്ട് നമുക്ക് റിലേറ്റ്. ഇത് നമ്മുടെ ഔട്ടർ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഡിഫിക്കൽട്ടി സെയിം കൺസെപ്റ്റാണ് നമ്മുടെ ഇന്നർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഓരോ കഴിവും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കഴിവ് നമുക്ക് എന്ത് ചേരും, അതൊക്കെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മുടെ പേഷ്യൻസ്, ഓക്കെ, അത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതൊരു സ്കില്ലാണ്, അതൊരു റിലേഷൻഷിപ്പാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഹാർഡ് വർക്ക്, ഓക്കെ, നമ്മുടെ റെസിലൻസ്, ഓക്കെ, നമ്മുടെ പെർസീവറൻസ്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പാട്ട് പാടാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഏത് തരത്തിലുള്ള സ്കില്ലാണെങ്കിൽ പോലും അതുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇന്നർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇന്നർ റിലേഷൻഷിപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ഔട്ടർ റിലേഷൻഷിപ്പാണ്. അത് മറ്റൊരു വ്യക്തിയായിട്ട് നമുക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഔട്ടർ റിലേഷൻഷിപ്പ്. ഇന്നർ റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള കുറേ സ്കില്ലുകളും കഴിവുകളും ഉണ്ട്, അതുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, ബുക്ക് വായിക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് കഴിവുകൾ, ഇതൊക്കെ നമ്മുടെ ഓരോ റിലേഷൻഷിപ്പാണ് ഇതുമായിട്ടൊക്കെ. ഓക്കെ, പേഷ്യൻസ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് നമ്മുടെ ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആക്റ്റീവ് ആകണം. ഓക്കെ, ഇപ്പം നമ്മുടെ ആരായാലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ലവറാണ് ശരി, ഗേൾ ഫ്രണ്ട് ആണ് ശരി, ആരാണെങ്കിലും ശരി, ഹൂവർ ഇറ്റ്, നമ്മൾ ഡിഫിക്കൽട്ടി വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ഉണ്ട്. സെയിം കൺസെപ്റ്റാണ് നമ്മുടെ ഇന്നർ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഷ്യൻസ് അവിടെ ആക്റ്റീവ് ആകുന്നുണ്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ, വെദർ നിങ്ങളുടെ പേഷ്യൻസ്, അതൊരു റിലേഷൻഷിപ്പാണ്, ആക്റ്റീവ് ആകുന്നുണ്ടോ. ഓക്കെ, നമ്മുടെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നമ്മുടെ ഡിറ്റർമിനേഷൻ അവിടെ ആക്റ്റീവ് ആവുന്നുണ്ടോ, നമ്മുടെ കോൺഫിഡൻസ്, ഇതെല്ലാം നമ്മുടെ റിലേഷൻഷിപ്സാണ്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ അവിടെ ആക്റ്റീവ് ആവുന്നുണ്ടോ. ഇതുമായിട്ടൊക്കെ നമുക്ക് ഓരോ നമ്മളെപ്പോഴും വിശ്വസിക്കും നമ്മൾ ഭയങ്കര പേഷ്യൻസ് ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഒരു ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്ക് ആക്റ്റീവ്, ഇപ്പോൾ നമുക്ക് പല സിറ്റുവേഷനിൽ പേഷ്യൻസ് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് ഇതിന് ആക്റ്റീവ് ആകാൻ കഴിയുന്നുണ്ടോ, അതിനനുസരിച്ച് വരും. ആ ഒരു അനുസരിച്ച് തന്നെ നമുക്ക് അതിൻ്റെ ലെവൽ അറിയാൻ പറ്റും. നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും, ഇതൊക്കെ അറിയാൻ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവാൻ. ഇന്നർ റിലേഷൻഷിപ്പ് അതേപോലെ തന്നെ നമ്മുടെ ഡിഫിക്കൽട്ടി വരുമ്പോഴാണ് നമ്മൾക്ക് ഏതെല്ലാം ക്വാളിറ്റീസ് അത് നമ്മൾ വിശ്വസിക്കുന്നത് അതെല്ലാം നമുക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ എത്രത്തോളം അത് ആക്റ്റീവാണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് സ്ട്രോങ് ആണെന്നുള്ള ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിലാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കി കീപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി നമുക്കങ്ങനെ ഒരിക്കലും ഒരു ഡെമോയിലൂടെ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫിക്കൽട്ടിയിലാണ് നമ്മുടെ ഇന്നർ റിലേഷൻഷിപ്പ് എപ്പോഴും എന്താ പറയുക, ടെസ്റ്റ് ചെയ്യപ്പെടുക. ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഓക്കെ, നമ്മളെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ എല്ലാ എബിലിറ്റികളെയും ടെസ്റ്റ് ചെയ്യും. നമുക്ക് നോർമലായി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് ഇനാക്റ്റീവ് ആകും. ചിലപ്പോൾ നമ്മൾ നോർമലി ഭയങ്കര കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിരിക്കാം, നോർമലി ഭയങ്കര കാം പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഡിഫിക്കൽട്ടി വരുമ്പോൾ എല്ലാം ഓപ്പോസിറ്റായി മാറും. കാരണം ഈ റിലേഷൻഷിപ്പ്, നമ്മുടെ ഔട്ടർ റിലേഷൻഷിപ്പ്, നമ്മൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് പല റിലേഷൻഷിപ്പ് നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല പറയില്ലേ, അതേപോലെ തന്നെയാണ് സെയിം കൺസെപ്റ്റ് ഇന്നർ റിലേഷൻഷിപ്പിലും. നമുക്കൊരു ഡിഫിക്കൽട്ടി, അതായത് ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത് നമ്മുടെ പല എബിലിറ്റി അവിടെ വീക്കായി മാറും, അല്ലെങ്കിൽ അത് ഇനാക്റ്റീവ് ആവും. അത് എന്തുകൊണ്ടാണ്, നമുക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു, പക്ഷേ ആ സിറ്റുവേഷൻ നമുക്ക് ക്ഷമയുണ്ടായില്ല, നമ്മൾ നന്നായി പഠിക്കുമായിരുന്നു, നമ്മൾ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമെങ്കിലും ഡിഫിക്കൽട്ടിയിൽ നമ്മുടെ ഈ ഇന്നർ റിലേഷൻഷിപ്പ് വീക്കാവും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നർ റിലേഷൻഷിപ്പ് എത്രത്തോളം ഡിഫിക്കൽട്ടി സ്ട്രോങ് ആണോ അതിൻ്റെ ബേസിലാണ് നമ്മുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ. കാരണം
ബേസിക്കലി നോർമലായ സിറ്റുവേഷനിൽ എല്ലാവരും ബെറ്ററായി ചെയ്യും. ഡിഫിക്കൽട്ടിയിലാണ് ഒരു വ്യക്തിയുടെ ഫോൾ സംഭവിക്കുക. ഓക്കെ, ഡിഫിക്കൽട്ടിയിൽ ആര് അവിടെ എക്സൽ ചെയ്യണു അതിനനുസരിച്ചായിരിക്കും ഓരോ വ്യക്തിൻ്റെ ലൈഫ് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മൾ എത്രത്തോളം നമ്മളെ അറിയും അല്ലേ, നമ്മുടെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളെ അറിയണത് നോർമലി തന്നെ നമ്മുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മുടെ ഔട്ടർ റിലേഷൻഷിപ്പിലെ ഓരോ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മളെ അറിയാം. അതായത് നമ്മുടെ ഏതൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, ഏതൊക്കെ സ്ട്രെങ്ത് ഇപ്പോൾ ആക്റ്റീവാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രെങ്ത് ഇപ്പോൾ പാസീവാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഡിഫിക്കൽട്ടിയിലാണ്. ഓക്കെ, അപ്പോൾ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അതായത് നമ്മുടെ ഏതൊക്കെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഏതൊക്കെ റിലേഷൻഷിപ്പ് നമ്മുടെ വീക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നർ റിലേഷൻഷിപ്പാണ്, നോട്ട് ഔട്ടർ റിലേഷൻഷിപ്പ്. ഔട്ടർ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ ഇന്നർ റിലേഷൻഷിപ്പ് പേഷ്യൻസ്, ഡിറ്റർമിൻ, നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെങ്കിലും ആ സ്കില്ലെല്ലാം നമ്മുടെ എന്താ പറയുക ഇന്നർ റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമ്മൾ ഇന്നർ റിലേഷൻഷിപ്പിൽ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നമുക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നർ റിലേഷൻഷിപ്പ് എപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് ആക്റ്റീവായിട്ട് എന്ന് നിൽക്കുകയുള്ളൂ. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും അത് ആക്റ്റീവാണെന്ന്, പക്ഷേ ആക്ച്വലി അത് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു എബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ.